അറബിക് സ്വീറ്റായ കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി കുനാഫ ഡോ വേണം. ഇവിടെ ഞാൻ 500 ഗ്രാം കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മൾക്ക് ആവശ്യമില്ല, കുറച്ച് മതി. ഈ പാക്കറ്റിൽ നിന്ന് കുറച്ച് കുനാഫ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതിലോട്ട് കുറേശ്ശെ ബട്ടർ ചേർത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ്. ഈ ഡോ ഇപ്പം നന്നായി സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല നൂല് പോലെ ഇരിക്കും കാണാൻ. ബട്ടറൊക്കെ നന്നായി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും. ഇത് കുറച്ച് സമയം ഈ ബട്ടറൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി കുനാഫൻ്റെ ക്രീം റെഡിയാക്കി എടുക്കാം. ഇതിനായി 2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ക്രീമാക്കിയെടുക്കാം. ഇതിനായി ഒരു സോസ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം ഈ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ. അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു ക്രീം ആയിട്ടുണ്ട്. കൈ എടുക്കാതെ ഇത് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരം ചീസും ചേർക്കാം. കുനാഫിൻ്റെ ക്രീം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കുനാഫ ഉണ്ടാക്കിയെടുക്കുന്നത് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. ഓവൻ ഇല്ലാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഗീ പുരട്ടിയെടുക്കണം. കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ അത് ഈ പാനിലോട്ട് ആദ്യം ഒരു ലെയറായിട്ട് വെക്കാം. ഇതിൻ്റെ മുകളിൽ ക്രീം ചേർത്ത് കൊടുക്കണം. ക്രീം എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതധികം സൈഡിലോട്ടൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കുക്ക് ചെയ്യുന്ന സമയത്ത് അത് മെൽട്ടായി താഴത്തേക്ക് പോവും. അപ്പോൾ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സൈഡിലൊന്നും ഈ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കരുത്. ഇനി എടുത്ത ഡോ കൂടെ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും കവർ ചെയ്തിരിക്കണം. ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുനാഫ റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ആ പാനിൻ്റെ മുകളിലായിട്ട് ഒരു ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത്. ആ ഫ്രൈ പാനിൻ്റെ മുകളിലായിട്ട് ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. ഇത് കുക്കാവുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. സൈഡിൽ ഒരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുനാഫ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുനാഫിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക്
1/4 കപ്പ് വെള്ളം, ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഉരുക്കിയതിന് ശേഷം സിറപ്പാക്കി എടുക്കണം. ഈ സിറപ്പിലേക്ക് കുറച്ച് ലൈം ജ്യൂസ് ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുനാഫന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പിസ്താഷ്യൂസ് വെച്ച് ഗാർണിഷ് ചെയ്യാം.